ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. എല്ലാവർക്കും റമ്മൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഷോപ്പിലാണ് ഉള്ളത്. അപ്പോൾ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ ഒരു ചെറിയൊരു സന്തോഷം പങ്കിടാമെന്ന് വിചാരിച്ചാണ് ഞാൻ വീഡിയോയിൽ വന്നത്. ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ഷോപ്പിൽ. ഐറമോക്കൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞു, അപ്പോൾ ലീവായി വീട്ടിലാണ്. ഇസമോക്ക് സ്കൂള് നടന്നുകൊണ്ടിരിക്കുന്നു, എക്സാം കഴിഞ്ഞിട്ടില്ല. കുഞ്ഞിനിപ്പം 1 വയസ്സ് കഴിഞ്ഞു, 1 വയസ്സ് 1 മാസവും കഴിഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് വീട്ടിലുള്ളത് കൊണ്ട് മമ്മി എടുക്കുക കുഞ്ഞിനെ ആക്കിയിട്ടാണ് ഞാനിന്ന് ഷോപ്പിൽ രാവിലെ വന്നത്. അപ്പോൾ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി മുതലാണ് ഞാനും കുഞ്ഞുമായിട്ട് ഈ ഷോപ്പിൽ വരാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ കുഞ്ഞിനെ ശരിക്കും 2 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ ഷോപ്പിൽ വരുമായിരുന്നു, പക്ഷെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വരാൻ പറ്റിയത് കുഞ്ഞുണ്ടായതിന് ശേഷം. ഐറമോൾ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ചിറ്റാറിലൊക്കെ ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കോവിഡിന് ശേഷമൊക്കെ കുറച്ചുകൂടെ റെഗുലറായിട്ട് വരാനായിട്ട് എനിക്ക് ഷോപ്പിൽ വരാനായിട്ട് പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ കണ്ടിന്യൂസ് റെഗുലറായിട്ട് ഞാനിപ്പം ഷോപ്പിൽ വരാൻ തുടങ്ങിയിട്ട് ഇന്നിപ്പം കറക്റ്റ് 1 ഇയറായി. അപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം മറ്റൊന്നുമല്ല, ഞാനിവിടെ ഷോപ്പിൽ വരുമ്പം കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി ഒരു തിങ്കളാഴ്ച രാവിലെയാണ് ഞാൻ ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഈ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ എനിക്ക് മുന്നിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. കാരണം 2 മാസം കഴിഞ്ഞ ഒരു കുഞ്ഞുമായിട്ടാണ് ഞാൻ ഈ ഷോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, അതുപോലെ ഹസ്ബൻഡിൻ്റെ ലൈവ് ടെലികാസ്റ്റിംഗ്, അങ്ങനെ കൊയർ, ഹസ്ബൻഡ് പാട്ടൊക്കെ പാടുന്നതാണ്. അപ്പം കൊയറൊക്കെ ചെയ്യാനായിട്ട് പുറത്ത് പോകണം. അപ്പോൾ എന്നോട് ചോദിച്ചു, ഷോപ്പ് നിനക്ക് നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എൻ്റെ കോൺഫിഡൻസ് അനുസരിച്ച് ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ ഒരു ചലഞ്ച് എടുക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, മെൻ്റലി അതുകൊണ്ടൊക്കെ ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു സമയത്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡിനോട് ഓക്കെ പറഞ്ഞ് ഹസ്ബൻഡിനെ അത്രയും സപ്പോർട്ട് ചെയ്തു. കാരണം നമ്മുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡ് വൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നു, വൈഫ് ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതാണല്ലോ ഒരു ശരിക്കും ഫാമിലിയുടെ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ശരിക്കും. അപ്പോൾ ഹസ്ബൻഡിന് ഈ വർക്കുള്ളത് കൊണ്ട് പുള്ളിക്കാരന് പുറത്ത് പോയി വർക്ക് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഷോപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 56-57 വർഷമായിട്ടുള്ളൊരു ഷോപ്പാണ് പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്ന ഈ CK ഒപ്റ്റിക്കൽസ് എന്ന് പറയുന്ന ഷോപ്പ്. ഇവിടുത്തെ അപ്പച്ചൻ, അതായത് ഗ്രാൻഡ് ഫാദർ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. അതിനുശേഷം അപ്പച്ചൻ്റെ മകന് തുടങ്ങി. അതിനുശേഷം പപ്പ ഇപ്പോൾ ഇല്ല. പപ്പ മരണപ്പെട്ടതിന് ശേഷം, പപ്പ ഉള്ള സമയത്ത് പപ്പായും മമ്മിയൊക്കെ ആയിരുന്നു ഷോപ്പ് നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹസ്ബൻഡ് ഈ കോഴ്സ്, ഒപ്റ്റോമെട്രിക് കോഴ്സ് പഠിച്ചിറങ്ങിയതിന് ശേഷം തൊട്ട് ഹസ്ബൻഡായിരുന്നു ഈ ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നത്. അതിനുശേഷം ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മൂത്ത മോൾ ഐറമോൾ ഉണ്ടായതിന് ശേഷം ഒരു 6 മാസം കുഞ്ഞിനുള്ള സമയത്താണ് ഞാൻ ഈ ഒപ്റ്റോമെട്രിക് കോഴ്സ് തിരുവല്ലയിൽ പോയി പഠിക്കുന്നത്. അങ്ങനെ കോഴ്സ് പഠിച്ചു. പിന്നീട് ഞങ്ങൾക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാനായിട്ടൊക്കെ ദൈവം നല്ല അവസരങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്നു. അതിന് ദൈവത്തിന് തന്നെ ആദ്യം ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുണ്ടായതിന് ശേഷം എനിക്ക് സിസേറിനായിരുന്നു, 3 സിസേറിനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിസേറിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു 3 മാസം വരെ റെസ്റ്റ് എടുക്കണം എന്നാണ് കംപ്ലീറ്റ്ലി. പക്ഷേങ്കിൽ നമുക്ക് മൂത്ത 2 കുട്ടികളും ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കാനും ഒന്നും പറ്റുന്നില്ല. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഇടപെടുക എന്ന് മാത്രമേ അന്ന് പറ്റുന്നുണ്ടായിരുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ മാർച്ച് 18-ാം തീയതി ഞാനും കുഞ്ഞു ഹസ്ബൻഡും കൂടി ഈ ഷോപ്പിൽ വന്നു. അപ്പം അങ്ങനെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നിനക്ക് പോയി ഷോപ്പ് നടത്താൻ പറ്റുമോ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് ധൈര്യത്തോട് പറയാനായിട്ട് ഇടയായി, നടത്താൻ പറ്റുമോ. അപ്പോൾ ഫസ്റ്റ്, കാരണം 2 മാസം കഴിഞ്ഞ കുഞ്ഞിനെ കൊണ്ട് വരുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. കറക്റ്റ് ടൈമിൽ കുഞ്ഞിന് പാല് കൊടുക്കണം, കസ്റ്റമേഴ്സൊക്കെ വരും, അപ്പോൾ കുഞ്ഞിനെ നമ്മൾ കെയർ ചെയ്യണം, അങ്ങനെയൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളൊരു ടൈമായിരുന്നു. അപ്പോൾ എൻ്റെ മമ്മി എരുമേലിലാണ് വീട്, എൻ്റെ വീട് എരുമേലിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ മമ്മിയെ ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചു. അങ്ങനെ മമ്മി എൻ്റെ കൂട്ടത്തിൽ
എന്താ പറയുന്നത്, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തെന്ന് പറയാമല്ലോ. അങ്ങനെ മമ്മിയും പപ്പായും അങ്ങനെ എൻ്റെ ഫാമിലി ഫുള്ള് എന്നെ സപ്പോർട്ട് ചെയ്തു. കാരണം ഇവിടെ മമ്മിക്ക് ഹെൽത്ത് പരമായിട്ട്, ഹസ്ബൻഡിൻ്റെ മമ്മിക്ക് ഹെൽത്ത് പരമായിട്ട് വയ്യായ്മയൊക്കെ ഉള്ളത് കൊണ്ട് മമ്മിക്ക് അങ്ങനെ കണ്ടിന്യൂസ് നോക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു അപ്പോൾ. അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് എരുമേലിൽ നിന്ന് മമ്മി അങ്ങനെ വന്നു, അതുപോലെ എൻ്റെ ഫാദറും വന്നു. അങ്ങനെ ഞങ്ങൾ ഷോപ്പ് ഇതുവരെയും ദൈവം സഹായിച്ച് നടത്തിക്കൊണ്ട് പോകാനായിട്ട് ഇടയായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരും, നമുക്ക് മുന്നിൽ ഒരുപാട് ചലഞ്ചസും പ്രതിസന്ധികളും ഒക്കെ ജീവിതത്തിൽ വരും. പക്ഷേ അവിടെയൊക്കെ നമ്മൾ എന്താ പറയുക, തളരാതെ പതറാതെ നിൽക്കാനായിട്ട് ദൈവം നമുക്ക് നല്ലൊരു മൈൻഡ് തന്നിട്ടുണ്ട്, ഒരു ശക്തി തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ദൈവത്തിനോടും എൻ്റെ മാതാപിതാക്കളോടും ഹസ്ബൻഡിനോടും അതുപോലെ ഇവിടുത്തെ മമ്മിയോടും എല്ലാവരോടും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറയുമ്പോൾ ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ചില സമയങ്ങളിൽ നമുക്ക് ഫിനാൻഷ്യലി നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത് നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട് നമുക്കൊരു പരിധി കൂടുതൽ നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷേങ്കിൽ എൻ്റെ കസ്റ്റമേഴ്സ് ഈ 1 year ആയിട്ട് എൻ്റെ ഒപ്പം ഇവിടെ വന്ന എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ആദ്യത്തെ കുറേ നാളുകൾ മമ്മി എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിനെ എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം വന്നപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി നീ തൊട്ട് വരണ്ട. കാരണം എരുമേലിൽ നിന്ന് ഇവിടെ വരെ ഡെയിലി ബസ്സിന് വരിക എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മമ്മി അവിടുത്തെ വീട്ടിലെ കാര്യമെല്ലാം നോക്കി സെറ്റാക്കിയിട്ടാണ് ഇവിടെ വരെ വരുന്നത്. അപ്പോൾ അതുപോണൊക്കെ എനിക്ക് ഒരുപാട് നന്ദി എൻ്റെ പേരൻസിനോടും ഹസ്ബൻഡിനോടും ഇവിടുത്തെ മമ്മിയോടും എന്നെ സപ്പോർട്ട് ചെയ്ത കസ്റ്റമേഴ്സിനോട് കസ്റ്റമേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ മെയിനായിട്ട് പറയാനായിട്ട് പോകുന്നത്. കസ്റ്റമേഴ്സ് ഇവിടെ വന്ന കസ്റ്റമേഴ്സ് മിക്കവാറും ആൻറ്റിമാരും അങ്കിളുമാരും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എനിക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ കുഞ്ഞിനെ കയ്യിലെടുത്തോണ്ടായിരിക്കും ടെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ വരുന്ന ആൻറ്റിമാർ ചിലപ്പോൾ 2 കസ്റ്റമേഴ്സൊക്കെ അടുത്തടുത്ത് വരും. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള കസ്റ്റമേഴ്സ് അവർ ഒരുപാട് സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലൊക്കെ കസ്റ്റമേഴ്സ് നല്ല സഹകരണമൊക്കെ ആയിരുന്നു. ദൈവം സഹായിച്ച് ഇതുവരെ ഈ ഒരു വർഷം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് ഇതുവരെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. അതിന് ദൈവത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത്, എൻ്റെ ഫ്രണ്ട്സിനോട് പറയാനായിട്ടുള്ളൊരു കാര്യം, നമുക്ക് ഒരു ലക്ഷ്യം നമ്മുടെ മുൻപിൽ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലോട്ട് അടുക്കാനായിട്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധികളോ പ്രയാസങ്ങളോ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമുക്കതൊന്നും ഒരു വിഷയമല്ല. കാരണം നമ്മുടെ ഗോളാണ്. നമ്മുടെ ആ ഗോളിലേക്ക് നമുക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന പ്രതിസന്ധികളൊന്നും ഒരു വിഷയമല്ല. നമുക്ക് വരുന്ന ചലഞ്ചസ് ചിലപ്പം ശാരീരികമായിട്ട് എനിക്ക് പലപ്പോഴും വയ്യാതെ പനിയൊക്കെ ആയിട്ടൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ട്, പക്ഷെങ്കിൽ നമ്മുടെ ഒരു സ്ഥാപനം അത് നടന്നു പോകണം എന്നുള്ള ഒറ്റ ഒരു ചിന്ത കൊണ്ട് അങ്ങനെ ആ ഗോളിലേക്ക് എത്താൻ ദൈവം എന്നെ സഹായിച്ചു. എന്നെ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന റമൂസ് വേൾഡിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും താങ്ക്സ് അറിയിക്കുകയാണ്. നല്ല കമൻസ് അറിയിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് തടസ്സങ്ങൾ വരുമ്പം നമ്മൾ ആ ടൈമിൽ വിഷമിക്കാതെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഒരിക്കലും പരാജയപ്പെട്ടു പോകാനായിട്ട് ഇടയാകരുത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.